അടുത്തതായിട്ട് നമുക്ക് എക്സസൈസ് ട്രിഗണോമെട്രി എക്സസൈസ് 3.3 അടുത്ത ചോദ്യമാണത്. tan of pi by 4 plus x whole divided by tan of pi by 4 minus x എന്ന് പറയുന്നത് 1 plus tan x divided by 1 minus tan x the whole square എന്ന് പ്രൂവ് ചെയ്യും. നമുക്ക് ഈ ന്യൂമറേറ്റർ ആദ്യം ചെയ്തു നോക്കാം. ഇതിന്റെ ന്യൂമറേറ്റർ ഒരു ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണെങ്കിൽ ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ കിട്ടും. ഓക്കെ, എന്താണ് ആ ന്യൂമറേറ്റർ? നമുക്ക് ആ LHSലുള്ള ന്യൂമറേറ്റർ ആണ് ഞാൻ ചെയ്യുന്നത്. LHS ന്യൂമറേറ്റർ tan pi by 4 plus x ഞാൻ ചെയ്യും. ഓക്കെ, പിന്നെ ഏത് ഫോമിലാണ് കിടക്കുന്നത്? ടാൻ ഏത് ഫോമിലാണ്? ടാൻ എക്സ് പ്ലസ് വൈ എന്ന ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന ഫോമിലാണ്. അപ്പൊ എങ്ങനെ എഴുതാം? ടാൻ എന്താണ്? ടാൻ എക്സ് ഇക്വേഷൻ അറിയാലോ. എന്താണ് ഇക്വേഷൻ? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഇക്വേഷൻ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എങ്കിലും ഞാൻ ഈ കണക്ക് ഇന്നലെ നമ്മളൊരു കണക്ക് ചെയ്തതും കൂടിയാണ്. ഓക്കെ, ടാൻ എക്സ് പ്ലസ് ടാൻ വൈ. ഇപ്പൊ എന്തിനാണ്? ടാൻ എക്സിന്റെ സ്ഥാനത്ത് ടാൻ പൈ ബൈ 4, വൈയുടെ സ്ഥാനത്തോടെ എക്സ് ആണ് നടക്കുന്നത്. അപ്പൊ ടാൻ വൈ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് എന്തിനാണ്? ടാൻ എക്സ് ടാൻ വൈ. ടാൻ എക്സിന്റെ സ്ഥാനത്താണ് ടാൻ പൈ ബൈ 4 എന്തിനാണ്? ടാൻ എത്ര? വൈ. ഓക്കെ, ഇതാണ്. അപ്പൊ എന്തിനാണ്? ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഈ ഇക്വേഷന്റെ ഇത് വെച്ചാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അറിയാം ഇക്വേഷൻ മാറ്റിയാണ്, അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ 1 ആണ്. 1 പ്ലസ് എന്തിനാണ്? ഇവിടെ ടാൻ വൈ അല്ല, ടാൻ വൈയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ് നടക്കുന്നത്? എക്സ് ആണ് നടക്കുന്നത്. ഇക്വേഷനിൽ ടാൻ വൈ എന്നാണ്, ഇവിടെ വൈയുടെ സ്ഥാനത്ത് എക്സ് ആണ്. അപ്പൊ എന്തിനാണ്? ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ വൈയുടെ സ്ഥാനത്താണ് എക്സ് ആണ്. ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. 1 മൈനസ് ടാൻ എക്സിന്റെ സ്ഥാനത്ത് ടാൻ പൈ ബൈ 4, ടാൻ വൈയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് എക്സ് ആണ്. ഓക്കെ, മറക്കരുത്. ഞാൻ ഇപ്പൊ എനിക്കിപ്പോ ആദ്യം എഴുതിയപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിയുമ്പോൾ ഇക്വേഷന്റെ വൈ കിട്ടും. അപ്പൊ വൈയുടെ സ്ഥാനത്ത് എക്സ് ആണ് കിടക്കുന്നത്. ഓക്കെ, 1 പ്ലസ് ടാൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് 1 ഇൻറ്റു ടാൻ എക്സ്. ടാൻ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഡിനോമിനേറ്ററിലുള്ളത് നമ്മൾ ചെയ്യാവുന്ന എത്ര കിട്ടും? ടാൻ എന്തിനാണ്? പൈ ബൈ 4 മൈനസ് എക്സ്. ടാൻ എക്സ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് നമുക്ക് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ആണ് കിട്ടിയത്. അപ്പോൾ ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തിനായിരിക്കും? 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ എന്താണ്? 1 പ്ലസ് ടാൻ എക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, തെറ്റരുത്. നമുക്ക് ഇത് കണക്കാണ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ആണ്. അപ്പോൾ ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ് നമുക്ക് 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. ഇനി പൈ ബൈ 4 മൈനസ് എക്സ് ആവുമ്പോൾ ഈ ചിഹ്നം മാറും. ഇവിടെ എന്തിനാവും? മൈനസ് ആവും. അപ്പൊ ടാൻ എക്സ് മൈനസ് ടാൻ പൈ എന്ന ഫോമിലാണ്. അപ്പൊ ഇവിടെ മൈനസ് ആവും. താഴെ 1 പ്ലസ് ടാൻ എക്സ് ടാൻ പൈ ആണോ? 1 പ്ലസ് ടാൻ എക്സ് ആവും. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആൻസറിലോട്ട് നമുക്ക് കടക്കാം. ആൻസറിലോട്ട് കടക്കുമ്പോൾ നമുക്ക് എന്താണ്? ഈ LHS നമ്മൾ എഴുതാൻ പോവുകയാണ്. LHS എഴുതുന്നു. LHS എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് പകരം ടാൻ പൈ ബൈ 4 പ്ലസ് എക്സിന് വരെ ഞാൻ എന്ത് കൊടുക്കുന്നു? 1 പ്ലസ് എന്തിനാണ്? ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഈ പറയുന്ന ഡിനോമിനേറ്ററിന് വരെ എന്ത് കൊടുക്കുന്നു? 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യാം? തിരിച്ചിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക. തിരിച്ചിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈ താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ അങ്ങ് തിരിഞ്ഞു. എങ്ങനെയാവും? മോളിൽ കിടക്കുന്ന ഫ്രാക്ഷൻ അതേ കണക്ക് എഴുതും. 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ്. താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ തിരിഞ്ഞു പോകും. ഒരു ഫ്രാക്ഷനെ വരുമ്പോൾ 1/2 ഡിവൈഡ് ബൈ 3/5 എന്ന് വെച്ചാൽ എങ്ങനെ എഴുതും? 1/2 ഇൻറ്റു 5/3 അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ആ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിനകത്ത് അതേപോലെ ചെയ്യുമ്പോൾ എന്തിനാണ്? മോളിൽ എന്തിനാണ്? 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് എന്തിനാണ്? ടാൻ എക്സ്. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ പരസ്പരം ഗുണിച്ചെഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. താഴെ ഡിനോമിനേറ്റർ എഴുതുമ്പോൾ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. 1 പ്ലസ് ടാൻ എക്സ് 1 പ്ലസ് ടാൻ എക്സ് വരെ ഗുണിക്കുമ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. 1 മൈനസ് ടാൻ എക്സ് 1 മൈനസ് ടാൻ എക്സ് ഗുണിക്കുമ്പോൾ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. മൊത്തത്തിൽ നമുക്ക് സ്ക്വയർ ആയിട്ട് എടുക്കുമ്പോൾ 1 പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, LHS ചെയ്ത് വന്നപ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടി? നമുക്ക് RHS എന്ത് ചെയ്യുന്നു? അവിടെ കിട്ടുന്നു. അപ്പൊ നമുക്ക് കണ്ടോ LHS ഉള്ള ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കി അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മോളിൽ ഒരു ഫ്രാക്ഷൻ
ഫ്രാക്ഷൻ ടേംസ് ആയിട്ടാണ് രണ്ട് ഫംഗ്ഷൻ കിട്ടിയത്. താഴെ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടിയത്. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 + tan x * 1 + tan x 1 + tan x the whole square 1 - tan x * 1 - tan x 1 - tan x the whole square. അപ്പോൾ ഹോൾ സ്ക്വയർ എടുക്കുക. 1 + tan x ഡിവൈഡ് ബൈ 1 - tan x ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ എഴുതുക. അതാണ് നമ്മൾ RHS ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ചെയ്ത് ഇത് tan of x + y കിട്ടിയ സ്ഥിതിക്ക് tan of x - y ഇതേ അളവ് ചെയ്യണ്ട. ഇവിടെ കിട്ടിയതിന്റെ ചിഹ്നം മാറ്റുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഏത് ഫോമിലാണെന്ന് മനസ്സിലാക്കുക. ഈ ന്യൂമറേറ്റർ എന്താണ്? ഇപ്പൊ cos 7x + cos 5x ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് sin 7x - sin 5x = cot x എന്നാണ് നമുക്ക് RHS പ്രൂവ് ചെയ്യണം. അപ്പൊ LHS എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏത് ഫോമിലാണ് നോക്കി? ഇത് cos x, ഇത് വേറെ ഫംഗ്ഷൻ cos y. അപ്പൊ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത് മനസ്സിലാക്കുക. ഏത് ഫോമിലാണ്? cos x + y എന്ന ഫോമിലാണ്. എല്ലാവർക്കും മനസ്സിലാക്കുക. cos x + y എന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. cos x, ന്റെ സ്ഥാനത്ത് അവിടെ 7x ആണ്, y യുടെ സ്ഥാനത്ത് 5x. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തിനാണ്? 2 cos x + y/2 cos x - y/2. ഇങ്ങനെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ടൈപ്പ് കണക്കുകൾ ആണ് ഇനി അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കും. അതേപോലെ ഇവിടെ ഈ താഴത്തെ കിടക്കുന്നത് സൈൻ ഒരു ഫംഗ്ഷൻ, സൈൻ ഒരു ഫംഗ്ഷൻ സൈൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പൊ എന്തിനാണ്? sin x മൈനസ് എന്തിനാണ്? sin y എന്ന് പറഞ്ഞാൽ എന്തിനാണ്? 2 cos x + y/2 sin x - y/2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻസ് വെച്ചിട്ട് ഇത് നമുക്ക് ചെയ്തു നോക്കാം. ഇതിന്റെ LHS എടുത്ത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ cos x + y എന്ന് പറഞ്ഞാൽ എന്തിനാണ്? 2 cos x + y/2 cos x - y/2. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൽ LHS ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. LHS ഞാൻ എടുത്ത് ചെയ്യുകയാണ്. അപ്പൊ cos x + cos y എന്ന് പറഞ്ഞാൽ 2 cos x + y/2 cos x - y/2. അതാണ് 2 cos x + y/2. x + y/2 എന്ന് പറഞ്ഞാൽ ഇതാണ് x പ്ലസ് y/2. അടുത്തത് cos x - y/2. ഓക്കെ, ഇതാണ് ആ ഇക്വേഷൻ. 2 cos x + y/2 കണ്ട. x ന്റെ സ്ഥാനത്താണ് 7x, y യുടെ സ്ഥാനത്താണ് 5x. അടുത്തത് cos x - y/2. x ന്റെ സ്ഥാനം 7x, y യുടെ. അപ്പൊ cos x + cos y എന്ന് പറഞ്ഞാൽ 2 cos x + y/2 cos x - y/2. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ താഴെ sin x - sin y എന്ന ഫോമിലാണ്. ആ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എന്തിനാണ്? 2 sin എന്തിനാണ്? 2 sin അല്ല, 2 cos x + y/2 cos x + y/2 ഡിവൈഡഡ് ബൈ sin x - y/2 x - y/2. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷൻ ഇതായിരുന്നു. ഏതായിരുന്നു? 2 cos x + y/2 sin x - y/2. ഏത് ഇക്വേഷൻ? sin x - sin y യുടെ ഇക്വേഷൻ ആണ്. ഇത് sin x - sin y ആണ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ sin x - sin y എന്ന ഫോമിലാണ്. അപ്പോൾ 2 cos x + y/2 2 cos x ന്റെ സ്ഥാനത്ത് 7x, y യുടെ സ്ഥാനത്ത് 5x ആണ്. 7x + 5x ഡിവൈഡ് ബൈ 2 sin x - y/2 7x - 5/2. x ന്റെ സ്ഥാനത്ത് 7x, y യുടെ സ്ഥാനത്ത് 5x ഹോൾ ഡിവൈഡ് ബൈ 2. നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, 2 cos 2 7x ഉം 5x കൂടെ കൂട്ടുമ്പോൾ 12x കിട്ടും. എല്ലാവർക്കും 12x ഡിവൈഡ് ബൈ 2 12x ഡിവൈഡ് ബൈ 2 എന്ന് പറയാം എത്ര? 6x. ഡൗട്ട് ഉണ്ടോ പിള്ളേരെ? 7x ഉം 5x കൂടെ കൂട്ടിയാൽ x രണ്ട് ആൽജിബ്ര ടേംസ് ആണ്. ഓക്കെ, രണ്ട് x ന്റെ ടേംസ് 7x ഉം 5x കൂട്ടിയാൽ 12x. 12x നെ രണ്ടും ഡിവൈഡ് ചെയ്താൽ 6x. അപ്പോൾ എത്ര? cos എത്ര? 6x. ഓക്കെ, അടുത്തത് cos 7x - 5x. 7x ന്ന് 5x കുറച്ചാൽ എത്ര കിട്ടും പിള്ളേരെ? 2x. 2x ഡിവൈഡ് ബൈ 2 2 ഇൻറ്റു വിട്ടിപ്പോയ ബാക്കി ആരും അത്രേ ഉള്ളൂ 2. അപ്പൊ എത്ര? cos x ഹോൾ ഡിവൈഡഡ് ബൈ. ഓക്കെ, 2 cos ഇവിടെയും 7x + 5x 7x ഉം 5x കൂടെ കൂട്ടിയാൽ 12x. 12x നെ രണ്ടും ഡിവൈഡ് ചെയ്താൽ എത്ര? 6x. cos 6x. അടുത്തത് ഇവിടെ 7x ന്റെ 5x കുറച്ചാൽ 2x. 2x ഡിവൈഡ് ബൈ 2 എന്തിനാണ്? x. x sin x. കാരണം രണ്ടും ഇൻറ്റു ചെയ്യുന്നതൊക്കെയാണ് എല്ലാവർക്കും അറിയാം. ഇവിടെ 2 ഉണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു.
ഇവിടെ ഒരു cos x ഉണ്ട്, cos 6x ഉണ്ട്, ഇവിടെ cos 6x ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ആര് മാത്രമേ ഉള്ളൂ? cos x ഡിവൈഡ് ബൈ sin x. എന്താണ് cos x ഡിവൈഡ് ബൈ sin x എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. sin x ഡിവൈഡ് ബൈ cos x എന്ന് പറഞ്ഞാൽ എന്തിനാണ് പിള്ളേരെ? tan x ആണ്. എന്നാൽ cos x ഡിവൈഡ് ബൈ sin x എന്ന് പറഞ്ഞാൽ എന്തിനാണ്? cot x ആണ്. ആൻസർ cot x. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? RHS. ഓക്കെ, അത് LHS ചെയ്ത് സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ ടൈപ്പിന്. അപ്പൊ നിങ്ങൾക്ക് 4 പേർ ഇക്വേഷൻ എഴുതി തന്നിട്ടുണ്ട്. cos x plus y, cos x plus cos y, cos x minus cos y. അതുപോലെ sin x plus sin y, sin x minus sin y. ഈ 4 ഇക്വേഷൻ ആണ് ഈ ടൈപ്പ് പ്രോബ്ലംസിൽ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ന്യൂമറേറ്റർ ഏത് ഫോമിലാണെന്ന് മനസ്സിലാക്കുക. കോസിന്റെ ഒരു ഫംഗ്ഷൻ കോസിന്റെ മറ്റൊരു ഫംഗ്ഷനോട് എന്ത് ചെയ്തേക്കുന്നു? ആഡ് ചെയ്തേക്കുന്നു. അപ്പൊ എന്തിനാണ്? cos x plus cos y എന്ന ഫോമിലാണ് ന്യൂമറേറ്റർ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ 2 cos x plus y by 2, 2 cos x plus y by 2, cos x minus y by 2. ഓക്കെ, അടുത്ത ഡിനോമിനേറ്ററിൽ sin x minus sin y എന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ sin x minus sin y എന്ന ഇക്വേഷൻ എന്തിനാണ്? 2 cos x plus y by 2 sin x, അവിടെ sin കൂടെ വരും, sin x minus y by 2. x ന്റെ സ്ഥാനത്തും y യുടെ സ്ഥാനത്തും അവിടെയും 7x 5x തന്നെയാണ്. അവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. 7x 5x കൂട്ടുമ്പോൾ 12x ഡിവൈഡ് ബൈ 2 6x ആണ്. ഇത് ചെയ്യുമ്പോൾ cos x തന്നെ, ഇവിടെ ചെയ്യുമ്പോൾ cos 6x, താഴെ ചെയ്യുമ്പോൾ sin x. ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇത് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് 2 2 കട്ട് ചെയ്യാം. cos 6x ഉം cos 6x ഉം കട്ട് ചെയ്യാം. cos x by sin x, cos by sin x എന്താണ്? cot x ആണ്. അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പ്രൂവ് ചെയ്യാം. ഓക്കെ, നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ആണ്. നേരത്തെ നമ്മൾ ഒരു കണക്ക് ചെയ്തു, അതിന്റെ രണ്ടാമത്തെ കണക്ക്. ഓക്കെ, sin x പ്ലസ് sin 2x. അപ്പൊ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നതെന്ന് നമുക്കറിയാം. sin x പ്ലസ് sin 3x ആണ് ക്വസ്റ്റ്യനിൽ. sin 3x. ഓക്കെ, sin x പ്ലസ് sin 3x ഹോൾ ഡിവൈഡ് ബൈ cos x പ്ലസ് cos 3x ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? RHSലെ tan 2x നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിന്റെ LHS സൈഡ് എടുക്കാം. LHS സൈഡ് എടുക്കുമ്പോൾ LHS ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇനി അപ്പൊ sin x പ്ലസ് sin y എന്ന ഫോമിലാണ് കിടക്കുന്നത്. sin x പ്ലസ് sin y ന്യൂമറേറ്റർ കിടക്കുന്ന ആ ഫോമിലാണ്. എന്താണ് sin x പ്ലസ് sin y എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം? 2 sin x പ്ലസ് y by 2 ഇതിലാണ് cos x minus y by 2. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ sin x പ്ലസ് sin y, y യുടെ സ്ഥാനത്തുള്ള 3x. അപ്പൊ നമുക്ക് ആ ഫോമിൽ തന്നെ എഴുതാം. sin 2 sin x plus y by 2. x ന്റെ സ്ഥാനം എത്രയാണ്? x. y യുടെ സ്ഥാനം എത്രയാണ്? 3x. അപ്പൊ എന്താണ്? x plus 3x divided by 2. ഓക്കെ, അടുത്തത് cos x minus y by 2. x minus y, y യുടെ സ്ഥാനത്ത് 3x ആണ്. ഇവിടെ x ന്റെ സ്ഥാനത്ത് x തന്നെയാണ് കേട്ടോ. അപ്പൊ എത്ര? 3x divided by 2 whole divided by, LHS എഴുതാം, whole divided by. ഓക്കെ, whole divided by cos x plus cos y. എല്ലാവരും പറയും എന്താണ് cos x plus cos y? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നേരത്തെ കണക്കിൽ 2 cos x plus y by 2 cos x minus y by 2 ആ ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ 2 ആദ്യം എഴുതി. 2 cos x plus y by 2. x ന്റെ സ്ഥാനത്ത് x തന്നെ, y യുടെ സ്ഥാനത്ത് 3x ആണ്. അപ്പൊ എത്ര? x plus 3x divided by 2. അടുത്തത് cos എന്താണ്? x minus y by 2. ചോദിക്കുമ്പോൾ കാര്യമായിട്ട് പഠിച്ചോളണം. cos x plus y എന്ന് പറഞ്ഞാൽ എന്താണ്? 2 cos x plus y by 2 cos x minus y by 2. അങ്ങനെ sin x plus sin y എന്ന് പറഞ്ഞാൽ 2 sin x plus y by 2 cos x minus y by 2. ആ ഫോർമുല നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെച്ചേക്ക്. കണക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ വരേണ്ടതാണ്. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? cos എന്താണ്? ഇവിടെ cos എന്തിനാണ്? x minus y by 2. x minus y യുടെ സ്ഥാനം എന്തിനാണ്? 3x divided by 2. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഞാൻ മാറ്റിയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം എന്നെ ഒരു വിശ്വാസത്തിൽ നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ഞാനിത് പറഞ്ഞുതരാം. ഇത് sin x plus sin y എന്ന ഫോമിലാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് sin x plus sin y എന്ന് പറഞ്ഞാൽ 2 sin x plus y by 2, 2 sin x plus y by 2 cos x minus y by 2. ഓക്കെ, ന്യൂമറേറ്റർ കഴിഞ്ഞു. whole divided by denominator cos x plus cos y. എന്താണ് cos x plus cos y? 2 cos x plus y by 2 എന്താണ്? cos x minus y by 2. 2 cos x plus y divided by 2 cos എന്താണ്? x minus y divided by 2. y യുടെ സ്ഥാനത്ത് 3x ആണ്. ഇവിടെ ന്യൂമറേറ്ററിൽ y യുടെ സ്ഥാനത്ത് 3x ആണ്. x ന്റെ സ്ഥാനത്ത് x തന്നെയാണ്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, is equal to 2 x ഉം 3x കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 4x.
4x ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എന്തിനാണ്? 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ എഴുതാം? സൈൻ എത്ര? 2x. പിള്ളേരെ മനസ്സിലായാലും എങ്ങനെ 2x വന്നെന്ന്? ഈ x ഉം 3x കൂടെ കൂട്ടിയാൽ 4x ആണ്. 4x നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2x കിട്ടും. അടുത്തത് cos x minus y by 2. x minus 3x ഡിവൈഡ് ബൈ 2. ഇവിടെ x ന്ന് 3x കുറച്ചാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? മൈനസ് 2x ആണ് കിട്ടുന്നത്. ചെറുതെന്ന് വലുതാണ് ഇവിടെ കുറയ്ക്കുന്നത്. ഓക്കെ, ഇപ്പൊ x ന്ന് 3x ആണ്, ഒന്നിന് 3 കുറച്ചാൽ -2. അതുപോലെ x ന്ന് -3x ആണ് കുറയ്ക്കുന്നത്. ഓക്കെ, 3x കുറച്ചാൽ -2 ഡിവൈഡ് ബൈ 2 2 കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -x ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ മനക്കണക്കായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ എന്തിനാണ് കോസ്? എന്തിനാണ് കോസിന്റെ ബ്രാക്കറ്റ് മൈനസ് വന്ന് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് മൈനസ് ആണ് വരുന്നത്, ബ്രാക്കറ്റ് ഇട്ട് തന്നെ എഴുതുക. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 4x ആണ്. 4x നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2x. അപ്പൊ എന്തിനാണ് കോസ്? എന്തിനാണ് 2x. ഇത് ചെയ്യുമ്പോൾ എന്തിനാണ് കോസ്? x എന്ന് 3x കുറച്ചാൽ -2x. -2x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തിനാണ്? -x ആണ്. ഓക്കെ, അപ്പൊ എന്തിനാണ് -x. ഇതിൽ നിന്ന് ഞാൻ 2 ഉം 2 ഉം കട്ട് ചെയ്ത് കളയാൻ പറ്റും. cos -x ഉം cos of -x കട്ട് ചെയ്യാൻ പറ്റും. ബാക്കി ആരുണ്ട്? sin 2x ഡിവൈഡ് ബൈ cos 2x. ഓക്കെ, sin 2x ഡിവൈഡ് ബൈ cos 2x. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം sin x ബൈ cos x എന്ന് പറഞ്ഞാൽ എന്തിനാണ്? tan x ആണ്. അപ്പൊ sin 2x ഡിവൈഡ് ബൈ cos 2x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ tan എന്ത് കിട്ടും? ഇവിടെ x അല്ല, ഇവിടെ 2x ആണ്. 2x ആണ്. അപ്പൊ എന്ത് കിട്ടും? sin x ബൈ cos x എന്ന് പറയുമ്പോൾ tan x ആണ്. അപ്പൊ sin 2x ബൈ cos 2x എന്ന് പറഞ്ഞാൽ tan 2x. അതിന്റെ നമുക്ക് അപ്പൊ sin 4x ബൈ cos 4x ആണെങ്കിൽ tan 4x. sin 5x ബൈ cos 5x ആണെങ്കിൽ tan 5x. ആ രീതിയിലായിരിക്കും. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടൈപ്പുള്ള പ്രോബ്ലം. അടുത്തതായിട്ട് ഇതാണ്ട് നേരത്തെ കണക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇപ്പൊ ന്യൂമറേറ്റർ ചെയ്തപ്പോൾ cos 9x minus cos 5x ഹോൾ ഡിവൈഡ് ബൈ sin 17x minus sin 3x. RHS ഒരു മൈനസ് sin 2x ഡിവൈഡ് ബൈ cos 10x എന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ ഏത് ഫോമിലാണെന്ന് നോക്കുക. അപ്പൊ ഏത് ഫോമിലാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്? ന്യൂമറേറ്റർ കിടക്കുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അത് ഏതാണ്? cos x minus cos y എന്ന ഫോമിലാണ്. cos x minus cos. എന്താണ് cos x minus cos y എന്ന് പറഞ്ഞാൽ -2 sin x plus y by 2 sin എന്താണ് x minus y by 2. ആ ഫോമിലാണ് ന്യൂമറേറ്റർ. അപ്പോൾ ആ ഫോമിൽ നമുക്ക് എഴുതാം cos x minus cos y എന്ന് പറഞ്ഞാൽ -2 sin x plus y by 2 sin x minus y by 2. അപ്പോൾ എന്താണ് -2 sin എന്തിനാണ് x plus y by 2. വേണമെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഇടാം കേട്ടോ. ചിലർക്ക് അവർ ഡൗട്ട് ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത ബ്രാക്കറ്റ് ഇട്ടില്ല. വേണമെങ്കിൽ ഈ x plus y by 2 x minus y by 2 ബ്രാക്കറ്റ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ അതൊരു കൺഫ്യൂഷൻ വരുന്നെങ്കിൽ ഈ സൈനിന്റെ ബ്രാക്കറ്റിൽ ബ്രാക്കറ്റ് ഇട്ട് തന്നെ ചെയ്യാം. അപ്പോൾ എന്താ x plus y by 2 x എഴുതി plus y by 2. ഓക്കെ, അടുത്തത് എന്തിനാണ് sin x minus y by 2 sin എന്തിനാണ് x minus y by 2. x എത്രയാണ്? 9x minus 5x ഹോൾ ഡിവൈഡ് ബൈ 2. ഇപ്പൊ ന്യൂമറേറ്റർ ആണ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തിനാണ് -2 sin x plus y by 2 sin x minus y by 2. ബ്രാക്കറ്റ് ഇട്ട് വേണമെങ്കിലും ചെയ്യാം, ബ്രാക്കറ്റ് ഇടാതെയും ചെയ്യാമെന്ന് പറഞ്ഞു. ബ്രാക്കറ്റ് ഇട്ട് ചെയ്താൽ അത്രയും നല്ലത്. നേരത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടല്ല ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ചില ടെസ്റ്റിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി സൈൻ്റെ ബ്രാക്കറ്റിൽ അപ്പോൾ സൈൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ എഴുതുന്നത് മനസ്സിലാക്കുക. ഹോൾ ഡിവൈഡഡ് ബൈ ഓക്കെ sin x മൈനസ് sin y എന്ന ഫോർമുലയാണ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ഏത് ഫോർമുല നടക്കുന്നത്? അത് sin x മൈനസ് സൈൻ്റെ വേറുണ്ട് sin y. ഓക്കെ, sin x മൈനസ് sin y എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ്? 2 cos x plus y by 2 എന്തിനാണ്? sin x minus y by 2 sin x minus y by 2. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം 2 cos x plus y by 2. x ആണ് ഈ കിടക്കുന്നത്, y ആണ് ഈ കിടക്കുന്നത്. cos x plus y by 2 cos x plus എന്തിനാണ്? y by 2. അത് നമുക്ക് എന്തിടാം? ബ്രാക്കറ്റിലാണ് ഇടാം. അപ്പോൾ നിങ്ങൾ തെറ്റത്തില്ല. ഓക്കെ, അടുത്ത എന്തിനാണ്? sin x minus y by 2. x എത്രയാണ്? 17x minus 3x ഹോൾ ഡിവൈഡ് ബൈ എത്ര? 2. ഓക്കെ, 17x minus 3x ഹോൾ ഡിവൈഡ് ബൈ എന്താണ്? 2 ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് തെറ്റരുത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിനോമിനേറ്റർ sin x minus sin y എന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് മായ്ക്കാം. എന്തിനാണ്? ഒന്നുകൂടെ പറയാം. ന്യൂമറേറ്റർ cos x minus cos y എന്ന ഫോമിലായിരുന്നു. എന്താണ് cos x minus cos y എന്ന് പറഞ്ഞാൽ -2 sin എന്തിനാണ് x plus y by 2. അതാണ് x plus y by 2 sin x minus y by 2. ഇതാണ്.
അടുത്ത sin x മൈനസ് sin y എന്ന് പറയുന്നത് എന്താണ് 2 cos x plus y by 2 2 cos x plus y by 2 sin x minus y by 2 ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. ഓക്കെ LHS ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. -2 ഓക്കെ -2 9x 5x കൂട്ടുമ്പോൾ എത്ര കിട്ടും 14x 14x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര പിള്ളേരെ 7x. അപ്പൊ എന്തിനാണ് sin എന്ത് കിട്ടും അവിടെ 7x sin 7x. ഓക്കെ അടുത്ത 9x ന്ന് 5x കുറച്ചാൽ 4x 4x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും 2x 4x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2x എത്ര sin എന്തിനാണ് 2x. അപ്പൊ ന്യൂമറേറ്റർ ഒക്കെ ഫിൽ ആണ്. ഓക്കെ ഹോൾ ഡിവൈഡ് ബൈ രണ്ട് അതേപോലെ. അടുത്തത് ഇതേപോലെ 17x ഉം 3x ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും 17 ഉം 3 കൂടെ 17 17 3 കൂട്ടിയാൽ 20x ഡിവൈഡ് ബൈ 2 20/2 എന്ന് എല്ലാവർക്കും അറിയാലോ 10 അപ്പൊ എത്ര cos എത്ര x ഉള്ളാരെ 10x. അടുത്തത് 17x മൈനസ് 3x 17 ന് 3 കുറച്ചാൽ 14x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് പിള്ളേരെ 7x. അപ്പൊ എത്ര sin എന്തിനാണ് 7x. ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ പിള്ളേരെ. ഓക്കെ സിമ്പിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഈ രണ്ടും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും ഉണ്ട്. ഇവിടെ ഒരു sin x ഉണ്ട്, ഇവിടെ ഒരു sin ഇവിടെ ഒരു sin 7x ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു sin 7 അത് കട്ട് ചെയ്തു. ബാക്കി എന്തുണ്ട് ഒരു മൈനസ് ഉണ്ട് അവിടെ കിടക്കട്ട് ഒരു മൈനസ് ആണ്. പിന്നെ ന്യൂമറേറ്റർ ആരുണ്ട് ഒരു sin 2x ഉണ്ട്. ഡിനോമിനേറ്റർ ആരുണ്ട് ഒരു cos എന്തുണ്ട് ഒരു 10x ഉണ്ട്. ഇതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്. ചെയ്തു വന്നപ്പോ ഇവിടെ കിട്ടിയതല്ലേ നമ്മുടെ RHS കിട്ടിയത്. ഓക്കെ അതാണ് നമ്മുടെ RHS. LHS ചെയ്ത് വന്നപ്പോ നമുക്ക് RHS കിട്ടിയല്ലോ പിള്ളേരെ. സിമ്പിൾ ആയിട്ട് രണ്ടേ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഫോമാണ് ആ 4 ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുന്ന 4 ഇക്വേഷൻ ചോദിക്കുന്ന സ്ഥിരം ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിൽ ഒരു ഇക്വേഷന് മാത്രം മൈനസ് ഉണ്ട്. അത് cos x മൈനസ് cos y ലാണ് മൈനസ് ഉള്ള ഇക്വേഷൻ. ബാക്കി ഇക്വേഷൻ ഒന്നും മൈനസ് ഇല്ല. സിമ്പിൾ ആണ്. ബ്രാക്കറ്റ് ഇട്ട് ചെയ്താൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് തെറ്റത്തില്ല. മിക്കവാറും ക്വസ്റ്റ്യൻ ഒക്കെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കട്ട് ചെയ്ത് തന്നെ പോവും. കട്ട് ചെയ്ത് tan x ഓ cot x ഓ അങ്ങനെ tan 4x ഓ cot 4x ഓ cot 3x അതൊക്കെ ആയിരിക്കും പ്രൂവ് ചെയ്ത് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടൈപ്പ് ചോദ്യം. അതുകൊണ്ടാണ് ഇതിന്റെ മുമ്പ് കുറച്ച് പ്രോബ്ലം ചെയ്യാറുണ്ട്. അത് വിട്ട് നമ്മൾ ഇതിലോട്ട് തന്നെ ചെയ്ത് നിങ്ങൾക്കൊരു ഈ ഇക്വേഷൻ കുറച്ചുകൂടെ ബൈ ഹാർട്ട് ആവാനും ഒന്ന് സിമ്പിൾ ആവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ അടുത്തതായിട്ട് sin x മൈനസ് sin y ഡിവൈഡ് ബൈ cos x പ്ലസ് cos y ഈസ് ഈക്വൽ ടു tan x മൈനസ് y ബൈ 2 എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ സിമ്പിൾ ആണ് പ്രൂവ് ചെയ്യാം. sin x മൈനസ് sin y ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് sin x മൈനസ് sin y? sin x മൈനസ് sin y ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ട് തന്നെ ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല. ഡയറക്റ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ എന്താണ് sin x മൈനസ് sin y എന്ന് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ ആ LHS കിടക്കുന്ന ആ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് sin x മൈനസ് sin y എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് cos x പ്ലസ് y ബൈ 2 പിന്നെ എന്തിനാണ് sin എന്തിനാണ് x മൈനസ് y ബൈ 2. ഓക്കെ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ അടുത്തത് ഹോൾ ഡിവൈഡ് ബൈ cos x പ്ലസ് cos y നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് cos x പ്ലസ് cos y 2 cos x പ്ലസ് y ബൈ 2. അടുത്ത എന്തിനാണ് cos x മൈനസ് y ബൈ 2. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് കണക്കൊക്കെ ചെയ്തത്. അവിടെ y ഉം x ഉം ഒന്നും അല്ലായിരുന്നു. y x ന്റെ സ്ഥാനത്ത് വേറെ 2x ഉം 3x 5x 7x ഒക്കെ ആയിരുന്നു. ഓക്കെ അപ്പോഴേ നമുക്ക് ഇനി ഇവിടെ ഒരു രണ്ടുണ്ട് കട്ട് ചെയ്ത് കളയുക. ഇവിടെ ഒരു cos x പ്ലസ് y ബൈ 2 ഉണ്ട്, ഇവിടെ ഒരു cos x പ്ലസ് y ബൈ 2 ഉണ്ട്. അതങ്ങ് കട്ട് ചെയ്ത് കളയുക. കിട്ടുന്ന ആൻസർ എന്ന് ചോദിച്ചാൽ sin x മൈനസ് y ബൈ 2 നെ cos x മൈനസ് y ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും ആൻസർ tan എന്താണ് x മൈനസ് y ഡിവൈഡ് ബൈ എന്ത് 2. ഓക്കെ ഇതാണ് ആൻസർ. ഇതല്ലേ നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. sin x ഡിവൈഡ് ബൈ cos x എന്ന് പറയുന്നത് tan x ആണ്. അപ്പോൾ sin x മൈനസ് y ബൈ 2 ഡിവൈഡ് ബൈ cos x മൈനസ് y ബൈ 2 എന്ന് പറയുമ്പോൾ എന്തിനാവും ആൻസർ tan x മൈനസ് y ബൈ 2 ആവും. നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്ബുക്കിൽ ഇത് എഴുതുമ്പോൾ ഇതിപ്പോ നോക്കി പകർത്താൻ നോക്കരുത്. വീഡിയോ കണ്ട് വ്യക്തമായിട്ട് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അത്രയും തന്നെ. ഞാൻ അങ്ങനെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും തരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ എഴുതാൻ പറ്റിയ അത്രയും തന്നെ. ഇപ്പൊ ഇതിനകത്ത് നോക്കി പകർത്തുന്നവർക്ക് ഇത് എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാവില്ല. നോക്കി വെട്ടണമെന്നില്ല ഇല്ല. ടെസ്റ്റിലൊന്നും അങ്ങനെ വെട്ടിയിട്ടൊന്നുമില്ല. വേണ്ടി നമ്മൾ മനസ്സിലാൻ വേണ്ടിയാണ് അത് പോകുമ്പോൾ ബാക്കി ആരുണ്ട് ന്യൂമറേറ്ററി sin x മൈനസ് y ബൈ 2 ഡിനോമിനേറ്റർ cos x മൈനസ് y 2. sin ബൈ cos എന്താണ് tan ആണ്. അപ്പൊ tan x മൈനസ് y ബൈ 2 ഇതാണ് എന്റെ ആൻസർ.